എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നില്ല, ഒരു വീഡിയോ ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ചെയ്യാണ്ട് ഒരു മടിയും പിടിച്ചിട്ടുണ്ട് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് മുന്തിരി ജ്യൂസൊക്കെ അടിക്കാനായിട്ട് വാങ്ങുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മുന്തിരീനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് വേവിച്ചിട്ട് കാണാം. ഇപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് ഇത് വേവിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ജ്യൂസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. മുന്തിരികളുടെ ആ ഒരു കളറൊക്കെ കണ്ടോ കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് അരിച്ചെടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ലേശം വെള്ളം കൂടെ ഒന്ന് തെളിച്ചിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നീര് ഞാൻ എത്ര ഉണ്ടെന്ന് അറിയാനൊന്ന് അളന്ന് നോക്കിയപ്പോൾ ഒരു 2 ഗ്ലാസ്സാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ എത്ര നീരാണ് നമുക്ക് കിട്ടിയത് അത്രയും തന്നെ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് തന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഈ കോൺഫ്ലോറിലേക്ക് ഈ ചൂടായി വരുന്ന മുന്തിരി ജ്യൂസില്ലേ അത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും കട്ട പാടില്ല, അത് ശ്രദ്ധിക്കണേ. ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തിക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും കേട്ടോ കോൺഫ്ലോർ ഒഴിച്ച കാരണം കൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേപ്സ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇരുന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ജാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് തണുക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ കട്ടയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കട്ടയാവാൻ നിൽക്കണ്ട. അപ്പോൾ പിന്നെ ഒരുപാട് ഉറച്ചു പോകും. കണ്ടില്ലേ, ഇതിപ്പോൾ ഒന്നുകൂടെ കട്ടയാവുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്